ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 5G വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയതാണ്. വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ടാണ് നമ്മൾ വണ്ടി എടുത്തു കൊണ്ടുവരുന്നത്. അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി മൂവ് ആവില്ല, അപ്പോൾ തന്നെ ഓഫായി പോകുന്ന കംപ്ലൈൻ്റ് ആയിട്ടാണ് നമ്മൾ പോയി എടുത്തായിരുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ കൂട്ടത്തിൽ കൂടെ ജനറൽ സർവീസ് കൂടി ചെയ്യാൻ പറഞ്ഞപ്പോൾ നമുക്ക് ജനറൽ സർവീസും കൂടി ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഓയിൽ ശരിക്കും കഴിഞ്ഞ സർവീസ് കഴിഞ്ഞതിന് ശേഷം ഒരു 1000 ചില്ലാൻ കിലോമീറ്റർ കൂടുതൽ ഓടിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും 3000-ലാണ് മാറ്റേണ്ടത്. നിലവിൽ ഒരു 1000 ചില്ലാൻ കിലോമീറ്റർ കൂടുതൽ ഓടിയിട്ടുണ്ട്. 1200ഓളം കിലോമീറ്റർ കൂടുതലാണ് ഓടിയേക്കണേ. നമ്മളതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാനും ബ്രേക്ക് ലൈനറൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ്. ബ്രേക്ക് ലൈനർ അത്യാവശ്യം നല്ല ലൈനറാണ്. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ചെറിയൊരു ഓയിലിൻ്റെ നനവ് തുടങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയ ഓയിലിൻ്റെ മയം കണ്ടോ അവിടെ പൊടി പിടിച്ചിരിക്കുന്നത്. ആ ഗിയർ ബോക്സിൻ്റെ ഉള്ളിലുള്ള ഓയിൽ സീൽ ലീക്ക് കാണിച്ച് തുടങ്ങിയേക്കണതാണ്. പെട്ടെന്ന് കംപ്ലൈൻ്റ് ഒന്നും വരില്ല, പക്ഷേ ഒരു ആരംഭമാണത്. നമുക്ക് അടുത്ത സർവീസിലൊക്കെ ഒരു പക്ഷേ ഇവിടെ ഓയിൽ ലീക്ക് കൂടുതൽ വരാണെന്നുണ്ടെങ്കിൽ അടുത്ത സർവീസിൽ നമ്മളത് അഴിച്ച് ഓയിൽ സീലൊക്കെ മാറ്റേണ്ടി വരും കേട്ടോ നമുക്ക്. അതേപോലെ തന്നെ എയർ ഫിൽറ്ററും ക്ലച്ചൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കുന്നത്. നമുക്കത് തുടച്ച് ക്ലീൻ ആക്കിയിട്ടാൽ മതി. തീരെ മോശമായിട്ടൊന്നുമില്ല, പൊടി പിടിച്ചിട്ടുണ്ട്, പക്ഷേ തീരെ മോശമായ അവസ്ഥയൊന്നുമല്ല. ക്ലീൻ ചെയ്ത് കയറ്റാം. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ ഓക്കെയാണ്. ഇത് പവർ ലിങ്കിൻ്റെ ബെൽറ്റാണ്. പവർ ലിങ്ക് എന്ന് പറയുന്ന കമ്പനിയുടെ ബെൽറ്റാണ്. ഹോണ്ടയ്ക്ക് ഒറിജിനൽ കമ്പനി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണത്. നല്ല ലൈഫുള്ള ടൈപ്പ് ബെൽറ്റാണ്. വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. എടുത്തു പറയാൻ കാരണം ഇപ്പോൾ വന്ന ബെൽറ്റുകളൊന്നും ആ ക്വാളിറ്റിയിലല്ല. ഇപ്പോൾ വന്നത് ബാൻഡോൻ്റെയാണ്, പക്ഷേ അത്രയും പെർഫോമൻസ് നമുക്ക് കിട്ടില്ല. പിന്നെ അതിൻ്റെ വീലുകളായാലും വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റൊക്കെയാണ്. അതൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമുള്ളൂ. ബെൻഡെക്സ് യൂണിറ്റൊക്കെ ആയാലും വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ക്ലച്ച് ഔട്ടറിനകത്ത് ക്ലച്ച് ഷൂ സ്ലിപ്പാവുന്നൊരു കംപ്ലയിൻ്റ് ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ അറിയാം ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡ് കൂടിയിട്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം നമുക്ക്. അതിൻ്റെ ആ ചെറിയൊരു ജർക്കിംഗ് ഒക്കെ നമുക്ക് വണ്ടി എടുക്കുമ്പോൾ കാണിക്കുന്നത് കേട്ടോ. പിന്നെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. കിക്കറൊക്കെ ചെറുതായിട്ട് ലൂസായിട്ട് കിടന്ന് പിടയ്ക്കുന്നുണ്ട് ഈ സൈഡ്. അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് ഉറപ്പിക്കുക, വേറെ പ്രോബ്ലം ഒന്നുമില്ല. കാർബറേറ്റർ അസംബ്ലി നമ്മളൊന്ന് അഴിച്ച് ഫുള്ള് ക്ലീൻ ചെയ്യുന്നുണ്ട്. കാരണം മിസ്സിങ്ങിൻ്റെമായി ബന്ധപ്പെട്ട് നമ്മൾ അഴിച്ചാണ്. കാരണം വണ്ടി ഒരു രീതിയിൽ ഓടിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലായിരുന്നു. എൻ്റെ ഈ ഫ്ലോട്ട് വാൽവാണ് മെയിനായിട്ട് എൻ്റെ പ്രോബ്ലം കാണിച്ചാണ്. ഫ്ലോട്ട് വാൽവും ഈ വരുന്ന സ്ലോ ജെറ്റ്, ഇത് രണ്ടും നമ്മൾ മാറ്റിയിടുന്നത് കേട്ടോ. മാറ്റിയിട്ടിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇത് ഈ പ്ലഗും കൂടി ഒന്ന് മാറ്റിയിടാം. കാരണം പ്ലഗ് മാറ്റാൻ കാരണം ത്രെഡ് നല്ല രീതിയിൽ ടൈറ്റാണ്. കേസിൻ്റെ ഉള്ളിൽ ഹെഡിൻ്റെ ഉള്ളിൽ ത്രെഡ് അഴിഞ്ഞു പോകാനായിട്ട് ഒരുപാട് താമസം പിടിച്ചു. അപ്പോൾ വീണ്ടും നമ്മൾ ആ പ്ലഗ് ഇടുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ചിലപ്പോൾ എങ്ങാനും ഒടിഞ്ഞു പോകാനോ അല്ലെങ്കിൽ ത്രെഡൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ചേഞ്ച് ചെയ്ത് തരുന്നുണ്ട് കൂട്ടത്തിക്കടെ. പിന്നെ ഞാൻ ഈ പറഞ്ഞ രീതിക്കടെ എഞ്ചിൻ ഓയിലിൻ്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ. എഞ്ചിൻ ഓയിൽ 1000 ചില 3000 എന്നുള്ളത് 4000 ചില കിലോമീറ്റർ ഇപ്പോൾ ഓടിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മാറേണ്ട കിലോമീറ്ററിനകത്ത് എഴുതി ഇടണ്ടായിരുന്നു. ഞാനിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു 25,100 എന്നുള്ളത്. അതും കഴിഞ്ഞിട്ട് 25 സംതിങ് 26 കണ്ട അടുത്തായിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ. അപ്പോൾ അത്രയും കൂടുതലാണ് ഓടിയേക്കണേ. അപ്പോൾ ഓയിൽ എന്തെങ്കിലും മാറ്റണുണ്ട്. പിന്നെ അപ്പോൾ ബാക്ക് വീല് ഒക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി നമുക്ക് അഴിച്ചിട്ട് അതിൻ്റെ ബുഷ്, ഈ ഗ്രീൻ ബുഷ് ഒന്ന് ചേഞ്ച് ചെയ്ത് തരണം. ബാക്കിയത്തെ ബുഷ് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം കേട്ടോ. മെയിനായിട്ട് അത്ര കേസാണ് മെയിനായിട്ടുള്ളത്. സെൽഫിൻ്റെ പ്രോബ്ലം ഒന്നും കാണിക്കണമൊന്നുമില്ല. അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് സമയത്ത് തീരില്ല. കാരണം എന്ന് വെച്ചാൽ കുറച്ച് ലേറ്റാണ് കയറിയേക്കണേ. കാരണം ബുക്കിംഗ് വണ്ടികളാണ് ഫസ്റ്റ് കയറി. അതിനിടയിലാണ് നമുക്ക് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ട് എടുക്കേണ്ടി വന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ നമുക്കിത് കയറ്റാൻ പറ്റുള്ളൂ. കാരണം ഞാൻ അത് ഓൾറെഡി അവർ ബുക്ക് ചെയ്ത് പോയ കാരണം ആ വർക്ക് കഴിയാതെ കൊണ്ട് നമുക്ക് കയറ്റൽ നടക്കില്ല. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് തീരുള്ളൂ. വാട്ടർ സർവീസ് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. ബാക്കിത്തെ വർക്ക് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് തരാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിക്കാം. അപ്പോൾ ഒന്ന് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. കാരണം എന്തെങ്കിലും ലേറ്റായിട്ട് തീരുള്ളൂ. അങ്ങടേക്ക് വരാനാളുണ്ടാവില്ല. അതാണ് മെയിനായിട്ടുള്ള റീസൺ. ഓക്കെ.